ഇന്ത്യയുടെ വളർച്ചയുടെ പിന്നിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുടെ കരുത്തുറ്റ പിൻബലമുണ്ട്. റോഡുകൾ, ഹൈവേകൾ, വൈദ്യുതി ലൈനുകൾ, ഗ്യാസ് പൈപ്പ് ലൈനുകൾ. പക്ഷേ ഇവയിൽ നമുക്ക് നിക്ഷേപം ചെയ്യാൻ കഴിയുമോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിനെക്കുറിച്ചാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഹൈവേകൾ, പവർ ലൈനുകൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇവയിൽ നിന്ന് നമുക്ക് പണം സമ്പാദിക്കാനാകുമോ? ഉത്തരം അതെ. ഇൻവിറ്റ്സ് വഴി അത് സാധ്യമാണ്. ഇൻവിറ്റ് എന്നാൽ എന്താണ്? സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ്. അതുകൊണ്ടാണ് പല ആളുകളും വരുമാനമുണ്ടാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആസറ്റ്സിലേക്ക് നിക്ഷേപിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെ, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക്. ഇൻവിറ്റ്സ് എവിടെയാണ് നിക്ഷേപിക്കുന്നത്? ഹൈവേകൾ, ടോൾ റോഡുകൾ, പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ, റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ്, പൈപ്പ് ലൈനുകൾ, ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലേക്ക് ആണ് നിക്ഷേപം. ഇൻവിറ്റ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ആദ്യം കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നു. അത് ഇൻവിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നീട് ഇൻവെസ്റ്റേഴ്സ് യൂണിറ്റുകൾ വാങ്ങുന്നു. ആ അസറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഇൻവെസ്റ്റേഴ്സിന് വിതരണം ചെയ്യുന്നു. ഇവിടെ പ്രധാനപ്പെട്ടത് ക്യാഷ് ഫ്ലോ ആണ്. ഇവിടെ പണം എവിടെ നിന്നാണ് വരുന്നത്? ടോൾ റോഡുകളിൽ നിന്നുള്ള കളക്ഷൻസ്, പവർ ലൈനുകളിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ ചാർജസ്, വിവിധ യൂസേജ് ഫീസ്. ഏറ്റവും പ്രധാനമായ കാര്യം, ഈ ഇൻകം സാധാരണയായി പ്രഡിക്റ്റബിളാണ്, സ്റ്റേബിളാണ്. ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് കിട്ടുന്നത് 3 രീതിയിലാണ്: ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ്, ക്യാപിറ്റൽ റീപേയ്മെന്റ്. അതായത് ഇൻകം പ്ലസ് ക്യാപിറ്റൽ റിട്ടേൺ രണ്ടും ലഭിക്കും. ടാക്സേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ് ടാക്സേബിൾ ആണ്. ഡിവിഡൻഡ് ചില സാഹചര്യങ്ങളിൽ ടാക്സ് ഫ്രീ ആകാം. ക്യാപിറ്റൽ റീപേയ്മെന്റ് കോസ്റ്റ് ഓഫ് ആക്വസിഷൻ കുറയ്ക്കും. അതുകൊണ്ട് റിട്ടേൺ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇൻവിറ്റ്സിന്റെ പ്രധാന അഡ്വാൻറ്റേജസ്: റെഗുലർ ഇൻകം, പാസീവ് ഇൻകം പോലെ, സ്റ്റേബിൾ ക്യാഷ് ഫ്ലോസ്, ഡൈവേഴ്സിഫിക്കേഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റഡ്, ലിക്വിഡിറ്റി ലഭിക്കും. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയേക്കാം. പക്ഷേ റിസ്ക്സ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ട്രാഫിക് അല്ലെങ്കിൽ യൂസേജ് കുറയാം, ഇൻട്രസ്റ്റ് റേറ്റ്സ് മാറാം, ഗവൺമെന്റ് റെഗുലേഷൻസ് മാറാം, പ്രോജക്റ്റ് സ്പെസിഫിക് റിസ്ക്സ് ഉണ്ടാകും. അതിനാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് റിസ്ക് മനസ്സിലാക്കണം. സിമ്പിളായി പറഞ്ഞാൽ ഇൻവിറ്റ്സ് ഈക്വൽസ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻകം. നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന ആസറ്റ്സ് ഇപ്പോൾ ഇൻകം സോഴ്സ് ആകാം. റോഡ്സ്, പവർ ലൈൻസ്, ഇവയെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആക്കാം. ഇതാണ് ഇൻവിറ്റ്സ്. ഇൻഫ്രാസ്ട്രക്ചറിനെ ഇൻകം ആക്കാനുള്ള ഒരു പുതിയ വഴി. ഇതുപോലുള്ള UPSC കോൺസെപ്റ്റ്സ് സിമ്പിളായി പഠിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് കാണാം.